സോ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വെൽക്കം. സോ ഞാൻ ഇന്ന് എൻ്റെ സ്കൂൾ പ്രൊഡക്റ്റ്സാണ് കാണിക്കുന്നത്. കാരണം സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ടാവില്ല, എല്ലാവരും മേടിച്ചിട്ടുണ്ടാകും. സോ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ മേടിച്ചിട്ടുണ്ട്. സോ ആ സംഭവങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. പിന്നെ നമ്മൾ തൽക്കാലത്തിനാണ് എല്ലാ സാധനങ്ങളും മേടിച്ച് വെച്ചിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒപ്പം ഗൾഫിലാണ് വർക്ക് ചെയ്യുന്നത്. സോ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. സ്കൂളിലേക്കുള്ള ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ സ്കൂൾ വളർന്ന് കഴിഞ്ഞിട്ട് 2 ആഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ വരുള്ളൂ. അപ്പോഴേക്കും നമുക്ക് എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ വേണമല്ലോ. അതിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. സോ നമുക്ക് നേരെ വീഡിയോ വയ്ക്കാം. പിന്നെ സാധനങ്ങൾ കാണിച്ചു തരാം. ഇതാണ് സാധനം. ഇത് ബാഗാണ്. ഇതിനുള്ളിൽ ഞാൻ കുറേ സാധനങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറേ എന്ന് പറയാനായിട്ട് ഇപ്പോൾ ഒന്നുമില്ല, ഞാൻ നമുക്ക് പറയാം. ഇത് ബുക്ക് എന്തോ മേടിച്ചതിൻ്റെ കവറാണ്, പക്ഷെ അതിൽ എൻ്റെ ബാഗ് കറക്റ്റ് ഫിറ്റാണ്. പുറത്ത് മഴ പെയ്യുന്നുണ്ട്, അതിന് സൗണ്ട് കേൾക്കുന്നുണ്ടോയെന്ന് അറിയില്ല. വീഡിയോയിൽ പെടുന്നുണ്ടെങ്കിൽ അത് കാര്യമാക്കാതിരുന്നാൽ മതി. സോ ഇതാണ് ബാഗ്. കടൽ ലവ് ഇതിൽ എഴുതിയിട്ടുണ്ട്. കടൽ ലവ് എന്നതിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കിതിൽ എത്ര ഉണ്ടെന്നൊക്കെ പറഞ്ഞുതരാം. സോ ഇതിൻ്റെ ഫസ്റ്റ് സിപ്പാണിത്. ഫസ്റ്റ് സിപ്പല്ല, ഇതാണ് ഫസ്റ്റ് സിപ്പ്. സോ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്താണുള്ളത് നോക്കാം. ഇതിലേക്കൊക്കെ അറിയാം, നിങ്ങൾക്ക് ജസ്റ്റ് കാണിക്കാം. ഇതിൽ കുറച്ച് ബുക്കും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നമ്മൾ ഓൾറെഡി ഒക്കെ കവർ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ട്രാൻസ്പെറൻറ്റ് കവറിങ് പേപ്പർ വെച്ചിട്ടാണ് നമ്മൾ കവർ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇതിൽ മൊത്തം ടെക്സ്റ്റാണുള്ളത്, അതായത് വലിയ ബുക്കുകളാണുള്ളത് ഇതിൻ്റെ ഉള്ളിലൊക്കെ. പിന്നെ കൂട്ടത്തിൽ ഒരു കുഞ്ഞു ബുക്കുണ്ട്, ഡയറി അല്ല, ഇത് വേറെ ഏത് ബുക്കാണ്. ഡയറി കിട്ടും, ഡേ സൈസ് അതൊന്നും നമുക്ക് മാറിപ്പോകുന്നുണ്ട്. അതാ ഡയറി ഉണ്ട്. സോ നമുക്ക് ഈ സിപ്പ് ക്ലോസ് ചെയ്യാം. പിന്നെ ഇതിനുള്ളിൽ വേറെ സംഭവം കൂടി ഉണ്ട്. അതിൻ്റെ ഇടയിൽ ഇങ്ങനത്തെ ഒരു സിബല്ല, ഇങ്ങനത്തെ ഒരു ഇത് വരുന്നുണ്ട്, ചെറിയൊരു സ്പേസ് വരുന്നുണ്ട്. അതിനുള്ളിൽ നമുക്ക് എന്തെങ്കിലും പെന്നോ പെൻസിലോ ആരും കാണാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇട്ടേക്കാം. പിന്നെ അപ്പം നമുക്ക് ഈ സിബ് മൊത്തത്തിൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കുള്ളത് സെക്കൻഡ് സിപ്പിലേക്ക് പോവാം. സെക്കൻഡ് സിപ്പ് ഇതാണ്. സോ നമുക്ക് ഈ സിബ് തുറന്നു നോക്കാം. ഇതിനുള്ളിൽ എന്താണെന്നൊക്കെ അറിയാം, നമുക്ക് ജസ്റ്റ് കാണിക്കണം എന്നുള്ളൂ. ഇത് നമ്മൾ തൽക്കാലത്തിന് മേടിച്ചാണ് കേട്ടോ. ഇത് ജസ്റ്റ് ഭയങ്കര സിമ്പിളാണ്, എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല, എന്നാലും തൽക്കാലത്തിന് കൊണ്ടുപോകാനല്ലേ, ഇതൊക്കെ മതി. പിന്നെ നോട്ടാണ് അതിലുള്ളത്, കുറച്ച് നോട്ടും കാര്യങ്ങളൊക്കെ, നോട്ട്സാണ് ഇതിനുള്ളിലുള്ളത്. അപ്പം ഇതുമാണ് ഈ സിമ്പിളുള്ളത്, അല്ലാതെ വേറെ കാര്യങ്ങളായിട്ടൊന്നുമില്ല. ഒക്കെ ഞാൻ അവിടെ പാക്ക് ചെയ്ത് വെച്ചിരിക്കാം കേട്ടോ. നെയിം സ്ലിപ്പ് മേടിച്ചിട്ടില്ല, അത് ഒപ്പിക്കണം, മേടിച്ചിട്ടില്ല. പിന്നെ നമുക്ക് ഇവിടെ ആയിട്ട് ഇങ്ങനത്തെ 2 ക്ലിപ്സ് എടുത്തിട്ടുണ്ട്, അത് നമുക്ക് അയച്ചിട്ടുണ്ട്. സോ ഇവിടെ ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ട്, ഇങ്ങനത്തെ ഒരു സ്പേസ് വരുന്നുണ്ട്. ഇതിനുള്ള അത്യാവശ്യം നല്ല സ്പേസ് വരുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ എല്ലാ കള്ളികളും നല്ല അടിപൊളി സ്പേസ് ഉള്ളതാണ്. കുറേ അധികം സാധനങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ ഇട്ടേക്കാം. ഞാൻ ഇത്രയും കള്ളികളുള്ള ബാഗ് അങ്ങനെ വിൽക്കാറില്ല, സാധാ പൂമ അതിൻ്റെയൊക്കെ ബാഗുകൾ മേടിക്കാറ്. സോ എനിക്ക് ഇങ്ങനത്തെ വരുന്ന നിർബന്ധമാണ്, അതിന് വെച്ചാണ്. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനത്തെ കുറച്ച് സിബ് വരുന്നുണ്ട്. സോ നമുക്ക് ഈ സിബിൽ എന്താ നോക്കാം. ഈ സിബിനുള്ളിൽ ഒന്നുമില്ല കേട്ടോ, ഒന്നുമില്ല. എന്താ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ കുറച്ച് നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. പിന്നെ എന്താ പറയുക, പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ആയിട്ടൊരു സിബ് വരുന്നുണ്ട്. നമ്മൾ നേരത്തെ കാണിച്ച കുഞ്ഞ് സിബില്ലേ, ഇതിൻ്റെ ഒപ്പം തന്നെ ബാക്കിലേക്ക് ഇതിൻ്റെ ഒരു സിബ് വരുന്നുണ്ട്. സോ ഇതിൻ്റെ ഉള്ളിൽ ഒന്നുമില്ല കേട്ടോ, ഒന്നുമില്ല, കാലിയാണ്. അപ്പം നമുക്കിതാ ഇത്രയും സിബാണുള്ളത്. ആൻഡ് ആകെ 2 സിബിൻ്റെ ഉള്ള ഐറ്റംസ് ഉള്ളൂ. വേറെ സംഭവം വരാണ്ട് കിറ്റ് സംഭവങ്ങളൊക്കെ ഉണ്ട്. സോ അതൊക്കെ ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ കിറ്റ് കാണിക്കാൻ വേണ്ടിയിട്ടല്ലേ നിർത്തിയിട്ട് പോയത്. സത്യം പറയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വൈകുന്നേരമായി,
നമ്മൾ ഉച്ചയ്ക്കാണ് വീഡിയോ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ ഇപ്പോൾ വൈകുന്നേരമായി. കറണ്ട് ചതിച്ചു, കറണ്ട് പോയി, ഇപ്പോഴാണ് കറണ്ട് വന്നത്. സോ നമുക്ക് കിറ്റുമ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഞാൻ അതോടെ കവറൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ എടുത്തിട്ട് വരാം. ഇതാണ് ഞാനിത് മേടിച്ചത്, ബാഗും എല്ലാതും മേടിച്ചത് ലെതർ പ്ലാനറ്റ് എന്ന് പറയുന്നത് കേട്ടോ, കടയിൽ നിന്നാണ് മേടിച്ചത്. ഇതിൻ്റെ അനിയൻ്റെ സാധനങ്ങളും ഞാൻ ഇൻക്ലൂഡ് ആക്കുന്നുണ്ട്. ഇതിൻ്റെ അനിയൻ്റെ ആണ്. ഇവിടെ ചെറിയ കിറ്റായിട്ട് ആ കടയിൽ ഇങ്ങനത്തെ ഗേൾസിൻ്റെ ഉള്ളു, ബോയ്സിൻ്റെ അല്ല. സോ വേറെ എവിടേക്കൊന്നും പോകാനില്ല. ഞങ്ങൾ ഓന് വേണ്ടിയിട്ട് തന്നെ മേടിച്ചു. പിന്നെ ഇതൊക്കെ എടുക്കണമെന്നായിരുന്നു പിങ്ക് ആയതുകൊണ്ട്, പക്ഷേ ഇത് ഭയങ്കര കുഞ്ഞിയതേ. സോ ഇതാണ്. എല്ലാത്തിനും അത്യാവശ്യം നല്ല റേറ്റ് വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ കേട്ടമണി ബ്ലൂ കളറിനോട് അത്ര താല്പര്യമൊന്നുമില്ല. ബട്ട് ഈ ബ്ലൂ കുറച്ച് കുഴപ്പമില്ലാത്ത പോലെ തോന്നുന്നുണ്ടായിരുന്നു. ബട്ട് എനിക്ക് അത്ര ഇഷ്ടമില്ല. പിന്നെ ഇതിന് ഇങ്ങനത്തെ ഒരു വള്ളി വരുന്നുണ്ട്, അതേപോലെ തന്നെ ഇങ്ങനത്തെ ഒരു ഇത് വരുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിലാണെങ്കിലും നല്ല സ്പേസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് പറ്റിയൊരു ടൈപ്പാണ്. ഇതിനും നല്ല റേറ്റ് ഉണ്ട്. ഇതിന് 200 ഉണ്ട് കേട്ടോ. ഇതിന് എത്ര നോക്കിയിട്ടില്ല. ഇതിനും 200 തന്നെയാണ് ഉള്ളത്. നമുക്ക് എൻ്റെ അനിയൻ്റെ ബാഗ് നോക്കാം. ഇതാണ് എൻ്റെ ബാഗ് എന്ന് പറയുന്നത്. വണ്ടിയിൽ 3 സിപ്പാണ് വരുന്നത്. 3 സിപ്പ്. ഇതിന് അത്യാവശ്യത്തിന് നല്ല റേറ്റ് ഉണ്ട്. റേറ്റ് ഇതിൽ കാണില്ല. ഇതിന് അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. എൻ്റെ ബാഗിന് 720 ഉണ്ട്. നമുക്ക് ഇത് തുറന്ന് നോക്കാം. സോ ഞാൻ ഫസ്റ്റ് സിബാണ് തുറക്കാനായിട്ട് പോകുന്നത്. ഇത് എൻ്റെ ബാഗിൽ നിന്ന് നമ്മൾ എന്താ പറയുക, വലിയ സിബെന്നല്ലേ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ വേണ്ടി ഞാൻ ചെറിയ സിബെന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്താ ഇതിൻ്റെ ഉള്ളിൽ അങ്ങനെ ഒന്നുമില്ല കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ ഒന്നുമില്ല, വേറെയും ഉള്ളിലാണത്. അതിൻ്റെ ബോക്സ് ഉണ്ട്, അതിന് എടുക്കാൻ മറന്നുപോയി. ഞാൻ ഇപ്പോൾ എടുത്തിട്ട് വരാം. അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് ബോക്സ്. വേറെയില്ല കേട്ടാ. ആരെപ്പോൾ എടുത്തിച്ച് ഇതിൻ്റെ ഉള്ളിൽ എനിക്കറിയില്ല. ഇത് ബോക്സ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് തൽക്കാലത്തിന് മാത്രമാണ്. ഇതിനും അവിടെ മേടിച്ചിട്ടുണ്ട് ബോക്സ്. സോ തൽക്കാലത്തിന് മേടിച്ചൊരു ബോക്സാണിത്. ഓനെന്നെ ഇഷ്ടപ്പെട്ടിട്ടാണ് മേടിച്ചത്. ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഫാമിലി ട്രിപ്പ് മാതിരിയാണ് പോയത്. നമ്മൾ അടുത്തായതുകൊണ്ട് തന്നെ വലിയ ഉറപ്പുണ്ടായിരുന്നില്ല. പിന്നെ 2 നോട്ട്ബുക്സ്. പിന്നെ 2 നോട്ട്ബുക്ക് വേണ്ട, പകരം കുറച്ച് കൂടി നോട്ട്ബുക്സ് ആവശ്യമുണ്ട് കേട്ടോ. പക്ഷെ നമ്മളത് മേടിച്ചില്ല, മറന്നു, ഞങ്ങൾക്ക് അറിയുണ്ടായിരുന്നില്ല. പിന്നെ ഉള്ളത് സെക്കൻഡ് ജിപ്പ് നമ്മൾ ഓപ്പൺ ചെയ്യാനായിട്ട്, സെക്കൻഡ് ജിപ്പ് അല്ല, തേർഡ് ജിപ്പായിട്ട് ലാസ്റ്റ് ജിപ്പ് ഓപ്പൺ ചെയ്യാണ്. ഇതിലിതാ അങ്ങനെ കുറച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കവറിങ് പേപ്പർ മേടിച്ചത് ഇങ്ങനത്തെ ഒരു കോഫിയുടെ തീപിൽ വരണ കവറിങ് പേപ്പറാണ് മേടിച്ചത്. സോ വെനിയിൽ എത്ര ഇതിൻ്റെ ഭയങ്കര കട്ടി പറഞ്ഞതാ. LKGക്കാരുടെ ബുക്ക് തന്നെ നല്ല രസമാട്ടോ തുറന്ന് നോക്കാൻ. ഇവൻ്റെയിൽ ഞാൻ LKG പഠിക്കുമ്പോഴുള്ള ബുക്സ് എല്ലാം നല്ല ഡിഫറെൻ്റ് വന്നിട്ടുണ്ട്. കുറച്ച് ബുക്സ് മാത്രം, 2-3 ബുക്ക് മാത്രമാണ് ഡിഫറൻസ് വന്നിട്ടുള്ളൂ. ഡിഫറൻസ് അല്ല, ഞാൻ പഠിച്ച സെയിം ബുക്ക് ഒരെണ്ണേ വന്നിട്ടുള്ളൂ. എൻ്റെ ഓർമ്മ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരെണ്ണേ വന്നിട്ടുള്ളൂ. ബാക്കിയുള്ളതൊക്കെ പുതിയ ടൈപ്പാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇവർക്കും ഉണ്ട് കേട്ടോ അക്ഷരവഴി. അത് പിന്നെ ഇവർക്ക് നിർബന്ധമാണല്ലോ LKGക്കാർക്ക്, അക്ഷരവഴി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. പിന്നെ ABCDയുടെ എന്തോ കഴിച്ചല്ല, ABCDയുടെ സാധ്യത എഴുതി പഠിക്കാനുള്ളത്. സോ ഇവൻ്റെ ബാഗ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇവൻ്റെ ബാഗ് ഇങ്ങനെ ഇതാക്കാൻ ഭയങ്കര ഈസിയാണ്. ഇതിൻ്റെ ബാക്കിലിങ്ങനത്തെ ഇതൊക്കെ വരുന്നത്. സോ ഇവൻ്റെ ബാഗ് ഭയങ്കര ഈസി ആയിട്ടാണ്. അപ്പോൾ ഇതാ നമ്മൾ ഇത്രയും സാധനങ്ങളാണ് മേടിച്ചത്. ഇവരൊരു വാട്ടർ ബോട്ടിൽ മേടിച്ചോ എന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല. മേടിച്ചോ എനിക്ക് ഓർമ്മയില്ല കേട്ടോ. മേടിച്ചില്ല എന്നാണ് എൻ്റെ ഒരു ഇത്. സോ ഇത്രയൊക്കെ സാധനങ്ങളേ ഉള്ളൂ എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇനി ഉണ്ടോ സാധനങ്ങൾ എനിക്ക് അറിയില്ല കേട്ടോ. ഒന്ന് നോക്കി വെക്കാനാണെന്നുണ്ടെങ്കിൽ കേട്ടോ, ഒന്ന് നോക്കിയിട്ട് വരെ. അപ്പോൾ നമ്മൾ പോയി നോക്കി, പക്ഷേ ഈ സാധനങ്ങളില്ല.
അപ്പോൾ നമ്മുടെ വീഡിയോ എന്തായാലും തീർന്നിട്ടുണ്ട്. സോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാൻ മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉറപ്പായിട്ടും പോയി സബ്സ്ക്രൈബ് ചെയ്യുക. അതാണല്ലോ വേണ്ടത്. ആൻഡ് നിങ്ങൾ കമൻറ്റ് ഇടാൻ മറക്കരുത്. ഞാൻ ചെറിയ ചെറിയ എന്താ പറയുക തെറ്റുകളൊക്കെ ഉണ്ടാവും. സോ അതൊന്നും അതിൻ്റെ കണ്ട. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സോ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, കമൻറ്റ് ഇടാൻ മറക്കണ്ട. ബൈ.